ക്രിസ്തുയേശുവിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഭക്തി മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത മൂല്യമാണ്. എല്ലാ മതങ്ങളിലും വളരെയേറെ ശ്രദ്ധിക്കുന്നതും ശ്രദ്ധിക്കേണ്ടതുമായ ഒരു വിഷയമാണ് ഭക്തി. ക്രൈസ്തവ ജീവിതത്തിലും ഇതിന് ശ്രദ്ധേയമായ സ്ഥാനം ഉണ്ട്. എന്നാൽ ഭക്തിവിരുദ്ധമായ പഠനവും ജീവിതവുമാണ് പലപ്പോഴും നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. ഈ സാഹചര്യത്തിൽ യഥാർത്ഥ ഭക്തി എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഇന്ന് ലോക ജീവിതയാത്രയിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ കപടഭക്തിയോടും യാന്ത്രികമായ ചിന്തയോടും താല്പര്യമില്ലാതെയും ആത്മാർത്ഥതയില്ലാതെയും ആരാധിക്കുന്ന ആരാധനകളാണ് ഇന്ന് സമൂഹത്തിൽ കാണുവാൻ കഴിയുന്നത്. ദൈവത്തോടുള്ള യഥാർത്ഥ ബന്ധമില്ലാതെ പ്രഹസനത്തിന് വേണ്ടി മാത്രം ആരാധനയെ വെറും ഒരു ജൽപ്പനമായി കണ്ട് ആരാധിക്കുന്ന ഭക്തിവിരുദ്ധമായ ആരാധനകൾ ഇന്ന് അനവധിയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. 18-19 നൂറ്റാണ്ടിൽ യൂറോപ്പിലും അമേരിക്കയിലും നിലനിന്നിരുന്ന പയറ്റിസം അഥവാ ഭക്തി പ്രസ്ഥാനം ക്രിസ്തീയതയിലെ തീരെ മനസ്സിലാക്കപ്പെട്ടിട്ടില്ലാത്ത പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ്. പയറ്റാസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷിൽ പയറ്റി എന്ന വാക്കുണ്ടായത്. ഇതിനർത്ഥം ഭക്തി, ഉപാസന, മതാത്മകത എന്നിങ്ങനെയാണ്. ഗ്രീക്ക് ഭാഷയിലെ യുസേബയ, ഹീബ്രുവിലെ ഹാസിഡ് അഥവാ ദയവുള്ള, കരുണാർദ്രമായ, ഭക്തിയുള്ള, നന്മയുള്ള എന്നിങ്ങനെ ഭാഷാന്തരം അതിന് നൽകപ്പെട്ടിരിക്കുന്നു. പുതിയ നിയമത്തിൽ 1 ഡസനിലധികം പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്ന യുസേബയ എന്ന പദത്തിന് ദൈവഭക്തി, ഭക്തി, മതം എന്നീ അർത്ഥതലങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭക്തി എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി, ഭക്തി എന്നത് ആന്തരിക വിശുദ്ധീകരണമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 2-ാം വാക്യത്തിൽ, നിന്റെ ശിഷ്യന്മാർ പൂർവന്മാരുടെ സമ്പ്രദായം ലംഘിക്കുന്നതെന്ത്? അവർ ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷിക്കുന്നതിനെ കുറിച്ച് പരീശന്മാർ യേശുക്രിസ്തുവിനോട് കുറ്റപ്പെടുത്തുകയാണ്. അതിന് യേശു നൽകിയ മറുപടി പരീശന്മാരെ ചൊടിപ്പിച്ചു. ഉപമയുടെ അർത്ഥം വ്യക്തമാക്കുവാൻ പത്രോസ് അപേക്ഷിക്കുമ്പോൾ മറുപടിയായ യേശു പറയുന്നത്, ഭക്ഷണം ഒരുവനെ വിശുദ്ധിയില്ലാത്തവനാക്കുന്നില്ല. അങ്ങനെ ചെയ്യുന്നത് വായിൽ നിന്ന് വരുന്ന വാക്കുകളും തിന്മ പ്രവൃത്തികളുമാണ്. പഴയ നിയമത്തിലെ പല നിയമങ്ങളും ആചാരപരമായ ശുദ്ധീകരണത്തെ കുറിക്കുന്നതാണ്. ചില പദാർത്ഥങ്ങളെ സ്പർശിക്കുന്നതും ചില ഭക്ഷണങ്ങൾ വർജിക്കുന്നതുമെല്ലാം അതിൻ്റെ ഭാഗമായിട്ടാണ്. 1 തീമോഥെയോസ് 4-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു, ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത് സ്തോത്രത്തോടെയാണ് അനുഭവിക്കുന്നതെങ്കിൽ യാതൊന്നും വർജിക്കേണ്ടതില്ല. മനുഷ്യനെ യഥാർത്ഥത്തിൽ അശുദ്ധനാക്കുന്ന 13 കാര്യങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നു. അനുഷ്ഠാനപരമായ കാര്യങ്ങളെക്കാൾ ധാർമ്മികമായ മൂല്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം നൽകുന്നത്. നാം ധാർമ്മിക മൂല്യങ്ങളെ കാറ്റിൽ പറപ്പിച്ച് പ്രകടിപ്പിക്കുവാനും പ്രഹസനം കാണിക്കുവാനും ഭക്തി പ്രകടിപ്പിക്കുവാനും നാം കാണിക്കുന്ന ഈ താല്പര്യം ബാഹ്യമായ ഭക്തി പ്രകടനങ്ങളായി മാത്രം ഒതുക്കി നിർത്തുകയാണ്. ആന്തരിക ഭക്തിക്കും വിശുദ്ധിക്കുമാണ് ആരാധനകളിൽ കാണിക്കുന്ന ഭക്തി പ്രകടനങ്ങൾ വിചിത്രമാണ്. വെറും കാപട്യത്തിൻ്റെ പൊയ്മുഖങ്ങളായി പരിണമിക്കുന്നു. അധര വ്യായാമങ്ങൾ മാത്രം നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റുള്ളവർ ദർശിക്കുന്നതിനായി തനിക്ക് ഭക്തിയുണ്ട് എന്ന് മറ്റുള്ളവർ അറിയുവാൻ നാം പലവിധമായ പോസ്റ്ററുകൾ നിർവഹിക്കുകയാണ്. നിൽക്കുക, മുട്ടുകുത്തുക, കവിണ്ണു വീഴുക, ഇങ്ങനെ ഭക്തി പ്രകടിപ്പിക്കുവാൻ നിരവധി പ്രകടനങ്ങളും പ്രഹസനങ്ങളും ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇവിടെയാണ് ആന്തരിക വിശുദ്ധീകരണത്തിൻ്റെ രണ്ടാമതായി ഭക്തി എന്നത് ആന്തരിക ജ്ഞാനമാണ്. തന്നെത്താൻ അറിയുന്നതൊന്നുതാൻ സാക്ഷാൽ ജ്ഞാനം,
പിന്നെയുള്ള അറിവെല്ലാം മിഥ്യയാം അറിവത്രേ എന്ന ചിന്തകന്റെ വാക്കുകൾ ഇവിടെ അന്വർത്ഥമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? പ്രിയമുള്ളവരെ, തിന്മയെക്കുറിച്ചുള്ള ആഴമായ ബോധം അഥവാ അറിവ് ഉണ്ടാകുമ്പോഴാണ് ദൈവത്തോടുള്ള ഭക്തി വർദ്ധിക്കുന്നത്. ഞാൻ അരിഷ്ട മനുഷ്യനാണ്, ഞാൻ കുറവുള്ളവനാണ്, ഞാൻ തിന്മ പ്രവർത്തിക്കുന്നവനാണ്, ഞാൻ പോരാത്തവനാണ്, ഞാൻ പാപിയാണ് എന്ന് സ്വയം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും തങ്ങളുടെ കുറവുകളെ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അവൻ്റെ ജീവിതത്തിൽ ആന്തരികമായ ജ്ഞാനം വർദ്ധിക്കുന്നതിലൂടെ ഭക്തി പുറത്തു വരികയുള്ളൂ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം 5-ൽ പറയുന്നത്, മനുഷ്യനിൽ ആശ്രയിച്ച് ജഡത്തെ തൻ്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ടവൻ എന്നാണ്. തെറ്റിനെ തെറ്റായി കാണുവാനും തിരുത്തേണ്ടവ തിരുത്തപ്പെടുവാനും കഴിയുമ്പോഴാണ് യഥാർത്ഥ ഭക്തിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത്. യഹൂദ ജനം പാപം ചെയ്തതുകൊണ്ടും അന്യദേവനെ ആരാധിച്ചതിനാലും അവർക്ക് വരുന്ന ന്യായവിധിയെക്കുറിച്ച് ഇരമ്യാവ് ഇവിടെ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തിന്മയെ ഉപേക്ഷിച്ച് യഹോവയിൽ പൂർണ്ണമായും ആശ്രയിക്കുകയാണ് ജീവിതത്തിന് അനിവാര്യം. അത് തന്നെയാണ് ഒരുവനെ ഭക്തിയിലേക്ക് നയിക്കുന്ന മുഖ്യ ഘടകവും. നമ്മുടെ ആരാധനകളിലും ഈ ഒരു അനുഭവം സ്വായത്തമാക്കണം. ഈ ആരാധനകളിൽ ആരാധനക്രമം മാത്രം വായിച്ചു വിടുമ്പോൾ അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ കഴിയുന്നതാകണം നമ്മുടെ ഭക്തി ആന്തരിക ജ്ഞാനത്തോടും സമർപ്പണത്തോടും ആരാധനകളിൽ ഉരുവിടുന്ന ആരാധനക്രമങ്ങളായി മാറുമ്പോൾ ജീവിതം അർത്ഥവത്താകും. നമ്മുടെ ആരാധനകൾ ജീവനുള്ളതായി തീരും. മൂന്നാമതായി ഭക്തി എന്നത് ലോക യാഥാർത്ഥ്യങ്ങളോട് കൂറ് പുലർത്തുന്നതാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 19-ാം വാക്യത്തിൽ, ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ ചെയ്യുന്നത്. ഈ ലോകത്തോടും സമൂഹത്തോടും പ്രപഞ്ചത്തോടും നാം ചെയ്യേണ്ടുന്ന നന്മകൾ, നാം ചെയ്യേണ്ട കർത്തവ്യങ്ങൾ യഥായോഗ്യം നിർവഹിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ കടമകളിൽ നിന്നും കർത്തവ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയാൽ ഭക്തി പ്രകടിപ്പിക്കുന്നത് വെറും ശൂന്യമായ അർത്ഥശൂന്യമായ അനുഭവങ്ങളായി ലോക നിഷേധമോ ലോക വിമുഖതയോ യേശു പഠിപ്പിച്ചില്ല. നമ്മുടെ ഭക്തി സങ്കല്പത്തിനും ഭക്തി ജീവിതത്തിലും ഗൗരവമായി എടുക്കാത്ത ഒരു വലിയ സത്യമാണ് ഇവിടെ കാണുന്നത്. ഈ ലോക യാഥാർത്ഥ്യങ്ങളോട് വിരക്തി കാണിക്കുകയാണ് ഭക്തിയുടെ പാരമ്യതയെന്ന് കരുതുന്നവർ ഇന്ന് ധാരാളമുണ്ട്. ഈ ലോകത്തിലെ സാമൂഹിക പ്രതിബദ്ധതയെ മറന്ന്, കുടുംബത്തിൻ്റെ കർത്തവ്യങ്ങളും കടമകളും മറന്ന് ഭക്തിയുടെ പിന്നാലെ യാത്ര ചെയ്യുന്ന ധാരാളം വ്യക്തികൾ ഇന്നിൻ്റെ ഒരു കാഴ്ചയാണ്. പ്രിയമുള്ളവരെ, ഭവനത്തിൽ മാതാവ് പിതാവ് ഭക്ഷണമില്ലാതെ കഴിയുമ്പോൾ അവരെ കരുതുവാനും അവരെ സ്നേഹിക്കാനും കഴിയാതെ, അവരെ ഉൾക്കൊള്ളുവാനും അവർക്ക് നിത്യവൃത്തിക്കുള്ള വക നൽകുവാൻ കഴിയാതെ നാം ദൈവാലയങ്ങളും മണിമാളികകളും നിർമ്മിക്കുവാൻ കോടിക്കണക്കിന് നാം ചെലവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭക്തി പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളുടെ മുമ്പിലാണ്. നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും ഭംഗിയായി നിറവേറ്റുമ്പോഴാണ് യഥാർത്ഥ ഭക്തി നമ്മിൽ വെളിവാകുന്നത്. വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന പലരും ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ കാര്യമാക്കുന്നില്ല. ലോകവിരക്തി ഭാവിക്കുന്ന പലരും ഭൗതിക ആഗ്രഹങ്ങൾ ദൈവദാനമായി കരുതി അവയ്ക്ക് പിന്നാലെ പരക്കം പായുന്നതും സർവ്വസാധാരണമാണ്. ഒപ്പം ലോകത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അയൽക്കാരൻ്റെയും പ്രശ്നങ്ങൾക്ക് നേരെ മുഖം മൂടിക്കളയുകയാണ്. നിത്യവർത്തിക്കും ജീവിത പ്രതിസന്ധികളുടെ മധ്യയിൽ തേങ്ങലോടെ കരയുന്നവൻ്റെ മുഖത്തു നോക്കിയിട്ട് മാറിക്കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ ഭക്തിക്ക് വിരുദ്ധമായ ജീവിതമാണ് നയിക്കുന്നത്. ലോകത്തിലെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും തിന്മ ശക്തികളെയും
നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം സ്വാംശീകരിക്കുകയും നാം കണ്ണിന് മുമ്പിൽ കാണുന്ന തിന്മകളെ എതിർക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് ഭക്തിക്ക് വിരുദ്ധമാണ് എന്ന യാഥാർത്ഥ്യവും നാം ലോകത്തിൽ നിന്നുള്ള രക്ഷപ്പെടലല്ല, ലോകത്തിന് വേണ്ടിയുള്ള മാനസാന്തരമാണ് യഥാർത്ഥ ക്രിസ്തീയത. സ്വർഗത്തിലേക്ക് പോകുന്നത് നല്ലത് തന്നെ, അതിനു മുമ്പേ സ്വർഗരാജ്യ അനുഭവം സാമൂഹ്യ മധ്യത്തിൽ എത്തിക്കുവാനുള്ള ദൗത്യം നമ്മുടേതാണ്. അങ്ങനെ ഭക്തിപൂർണമായ ആരാധന നമുക്ക് നിർവഹിക്കാം, ജീവിതം അർത്ഥപൂർണമായി നയിക്കാം. അതാണ് യഥാർത്ഥ ആരാധന. ആത്യന്തികമായ ജ്ഞാനത്തിലൂടെ ആന്തരിക വിശുദ്ധീകരണം പ്രാപിച്ച് ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാം. അങ്ങനെ ജീവിതമാകുന്ന ആരാധന ഭക്തി നിർഭരമാക്കാം. അതിനായി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.